22 പേരെ തെരഞ്ഞെടുത്തിട്ട് വിടുന്നുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വായിച്ചോ പോലെ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് താൻ പോകാനിരിക്കുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടുമ്പുറങ്ങളിലേക്കും അനന്തരം കർത്താവ് വേറെ 72 പേരെ തെരഞ്ഞെടുത്ത് യേശു പോകാനിരുന്നിടത്തേക്ക് എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടുമ്പുറങ്ങളിലേക്കും ഈ രണ്ടുപേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ വേലക്കാരോ ചുരുക്കം. അതിനാൽ വേലക്കാരെ അയക്കുവാൻ കൊയ്ത്തിന്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ പണമോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് നിങ്ങൾ ആരെ അഭിവാദനം ചെയ്യരുത്. പ്രൈസ് ദി ലോർഡ്. നിർത്തിക്കേ മോനെ, അവിടെ നിർത്താൻ, അവിടെ സ്റ്റോപ്പ് പിടിച്ചോ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞേ, കതവ് തുറക്കരുതെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളെ വേദനിപ്പിക്കാനാണ് ഞാൻ നേരത്തെ പറഞ്ഞേ. നമ്മളൊരു കർത്താവ് നമ്മളെ അയച്ചിരിക്കുന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ വഴിയിൽ വെച്ച് പോലും ആരോട് അഭിവാദനം ചെയ്യരുത്. ഹല്ലേലൂയ. അതിന് പിന്നിൽ വളരെ അർത്ഥമുണ്ട്, ഇല്ലേ? വഴി വെച്ച ഇവർ അഭിവാദനം ചെയ്യാൻ എന്ത് സംഭവിക്കും? ഇവർക്ക് കൊടുത്തിരിക്കുന്ന അഭിഷേകത്തിന്റെ കൃപ നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഈശോ പറയാ, നിങ്ങൾ വഴി വെച്ച് ആരോടും അഭിവാദനം ചെയ്യരുത്. അതിന് വായിച്ചു, നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് പറയണം. അടുത്ത ഒരു ശിഷ്യന്റെ ഉപദേശം കൊടുക്കുക. വെയിറ്റ് മോനെ, ഇവിടെ നോക്ക്. നിങ്ങൾ എഴുതാനും വായിക്കാൻ നോക്ക്. എന്നെ നോക്ക്. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്നെ നോക്ക്. ഹല്ലേലൂയ. നിങ്ങൾ ബൈബിൾ അടച്ചു വെക്ക്. നിങ്ങൾ ജോസി മാത്രം തുറന്നു വെക്കട്ടെ. നിങ്ങളുടെ ബാക്കി എല്ലാവരും ബൈബിൾ അടച്ചു വെച്ചേ. എല്ലാവരും ബൈബിൾ അടച്ചു വെച്ചേ. പ്രൈസ് ദി ലോർഡ്. ബുക്ക് എല്ലാം അടച്ചു വെച്ചേ. ഹല്ലേലൂയ. ഇതാണ് ഇവിടെ നിന്ന് പലതും പറയുന്നുണ്ട്. കേൾക്കുവാൻ ഈ ചെവി കൂടെ കേൾക്കുന്നു, നമ്മൾ തള്ളിക്കളയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് പറയണം. സത്യസന്ധമായിട്ട് പറഞ്ഞേ, നിങ്ങൾ ഇന്ന് വരെ കയറിയിരിക്കുന്ന വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചപ്പോ ഈ വീടിന് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അറബി പറയുന്നുണ്ട്. നിങ്ങൾ ഈ അറബിയൊക്കെ വിട്. നിങ്ങൾ ഈ വീടിന് സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഈവൻ ഈ പ്രാർത്ഥനാ റൂമിലേക്ക് ഈ പ്രാർത്ഥനാ ഭവനത്തിലേക്ക് കയറുമ്പോഴെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ? ഒരാൾ പറഞ്ഞിട്ടുണ്ടോ? കാരണം എന്നറിയോ? സമാധാനത്തിന്റെ ആത്മാവ് എന്നിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഇത് ഞാൻ പറയുന്നതിന് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ആത്മീയ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാത്തത് ഒന്നും നിങ്ങളോട് പറയാറില്ല. ഹല്ലേലൂയ. ഞാനൊരു 10 വർഷം മുന്നേ ഒരു മാർത്തോമ കൂട്ടായ്മ ചെന്നു. സണ്ണിച്ചായൻ പിടിച്ചു ജോർജ് തരകൻ എന്ന് പറഞ്ഞ സണ്ണിച്ചായന്റെ വീട്ടിൽ ചെന്നു. അവരെന്നെ വചനം പറയാൻ വിളിച്ച കതവ് തുറന്ന് കാലെടുത്ത് വെച്ചോർണ ഞാൻ പറഞ്ഞു, ഈ വീടിന് സമാധാനം. പുള്ളി അവിടെ സാക്ഷ്യം പറഞ്ഞു. ഇന്നുവരെ എന്റെ ജീവിതത്തിൽ ഇന്നുവരെ ഒരാൾ പോലും വീട്ടിലേക്ക് കയറിയിട്ട് ഈ വീടിന് സമാധാനം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഹല്ലേലൂയ. എനിക്ക് ഒത്തിരി സന്തോഷം.
ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള ആത്മീയ ജീവിതത്തിൽ ഞാൻ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ പ്രാക്ടീസ് ചെയ്തതിനു ശേഷമാണ് പറയുന്നത്. ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ നിങ്ങളോട് അടിച്ചേൽപ്പിക്കാറില്ല, പറയാറില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പലപ്പോഴും എന്നോട് ദേഷ്യം തോന്നിയവരുണ്ടാകും നമ്മുടെ കൂട്ടായ്മയിൽ. എന്താ അച്ഛൻ ഇങ്ങനെ പറയുന്നത്? ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും തീഷ്ണതയുള്ളവരായി തീരുവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട്. ക്രിസ്തു പറഞ്ഞ ക്രിസ്തുവിന്റെ യഥാർത്ഥ ശിഷ്യരാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എല്ലാവരും. യേശു താൻ പോകാനിരുന്നിടത്തേക്ക് പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ വ്യക്തികളായി തീരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുനാഥൻ പോകാനിരുന്ന ഓരോ സ്ഥലങ്ങളിലേക്കും ഇനിയും പോകുവാൻ നമ്മെ ഓരോരുത്തരെയും തെരഞ്ഞെടുക്കുന്നവരായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ ഒരു തീരുമാനമെടുക്കണം. ഞാൻ യേശുവിനാൽ അയക്കപ്പെടുന്നവനാകണോ പെടേണ്ടവളാകണോ എന്ന് തീരുമാനിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ആത്മീയ ജീവിതത്തിൽ മാത്രം ഞാൻ ഇങ്ങനെ തണുപ്പനായിരുന്നാ മതിയോ? എന്റെ ഭൗതിക മണ്ഡലത്തിലൊക്കെ ഞാൻ ഭയങ്കര ഊർജ്ജസ്വലനാണ്. എന്റെ ജോലിയിടങ്ങളിൽ എന്റെ ബോസുമാർക്ക് എന്നെ വളരെ താല്പര്യമാണ്. ശരിയാണോ അല്ലേ? നിങ്ങളെ ആരെങ്കിലും നിങ്ങളുടെ ബോസുമാർക്ക് ഇഷ്ടപ്പെടാറുണ്ടോ? എല്ലാവരും പറയാം ഓക്കെ ഗുഡ്, ലാലു നല്ല എഫിഷ്യന്റ് ആണ്, സിജോ. ഓരോരുത്തരുടെയും ബോസുമാർ പറയാം അവൻ കൊള്ളാം, അവൻ വളരെ ആക്റ്റീവാണ്, അല്ലേ അല്ലേ? പറയാത്തവരുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങളുടെ പൊസിഷനിൽ ഇപ്പോൾ നിൽക്കുവോ? എന്നേ തെറിച്ചു പോയനെ. അവിടൊക്കെ നമുക്ക് ഭയങ്കര ആക്റ്റീവ് ആകാം, ഭയങ്കര എനർജറ്റിക് ആകാം. എല്ലാ ശക്തി ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ആ സ്ഥാനം ഉറപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് ആത്മീയ ജീവിതത്തിൽ മാത്രം നമുക്കൊരു സ്ഥാനം ഉറപ്പിക്കുവാൻ സാധിക്കുന്നില്ല. എത്രയോ വർഷങ്ങളായി നമ്മളിങ്ങനെ ഈ കാഴ്ചക്കാരായി ഈ കേൾവിക്കാരായി ഇരിക്കുന്നു. ചിന്തിക്കൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൂട്ടായ്മയിൽ വചനം പറയണമെന്ന് പറഞ്ഞപ്പോ ബിലോ ചേച്ചി പറഞ്ഞു അടുത്ത ഞാൻ വരത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബിലോ ചേച്ചിയുടെ നേഴ്സിംഗ് OPD-യിലെ ഹെഡാ പുള്ളി. ആ സ്ഥാനം വിട്ടുകളയാൻ പുള്ളി ഒരിക്കലും തയ്യാറാവത്തില്ല. അതിനുവേണ്ടി പുള്ളി എന്തും ചെയ്യും. അതിനൊരു കോംപ്രമൈസും ഇല്ല. ഹല്ലേലൂയ. ഇനി അതിനുവേണ്ടി ഒരു പ്രസന്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും പുള്ളി റെഡിയാ. അവിടെയുള്ള നേഴ്സുമാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് നീ ഒരു പ്രസന്റേഷൻ ചെയ്യാൻ പറഞ്ഞാൽ പുള്ളി അതിന് റെഡിയാ. പുള്ളി അതിനുവേണ്ടി തയ്യാറെടുക്കും. എന്റെ ആത്മീയ ജീവിതത്തിൽ മാത്രം എനിക്കൊരു പൊസിഷൻ ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ. കൂട്ടായ്മയിൽ ചിന്തിക്കേണ്ട ഒരു ആവശ്യം. എന്തിനാണ് നമ്മൾ ഒരു ദിവസം കളയുന്നത്? കേറിക്കിടന്ന് ഉറങ്ങിക്കൂടെ? ഹല്ലേലൂയ. വിജാതീര് ചെയ്യുന്നത് പോലെ തിന്നും കുടിച്ച് സന്തോഷിച്ചുകൂടെ? അപ്പോസ്തലൻ ചോദിക്കുക, നിങ്ങളെ കൂട്ടായ്മ, നിങ്ങളെ ഈ കൂടിവരവ് ഗുണത്തിന് പകരം ദോഷമാണോ? അപ്പോസ്തലൻ ചോദിക്കുക. ഹല്ലേലൂയ. ഗലാത്യരെ വിളിക്കുന്നു, വിഡ്ഢികളായ ഗലാത്യരെ. അങ്ങനെ സംബോധന ചെയ്യുന്നല്ലേ? അങ്ങനെയല്ലേ പറയുന്നേ? ഗലാത്യർ 3-ാം അധ്യായമാണ് നോക്കിയേ. പോഷന്മാർ ഇംഗ്ലീഷ് ബൈബിൾ ആരെങ്കിലുള്ളേ? ഒന്നെടുത്തേ, ഗലാത്യർ എടുത്തേ. മൂന്നാളെ നോക്കിയേ. എടുത്തോ. ഏതാ 3-ാമത്തെ അധ്യായം? എത്ര?
മൂന്നാമത്തെ അധ്യായം 3-ാം വാക്യം അല്ലേ? ഒന്നാമത്തെ അധ്യായം 3-ാം വാക്യം എടുത്തേ അലീന. ചാപ്റ്റർ 1 വേഴ്സ് 3 എടുത്തേ. മോനെടുക്ക, എളുപ്പെടുക്കടാ ജേക്കബേ. ഗലാത്തി ഒന്നാമത്തെ 3 വായിച്ചേ മോനെ ഉറക്കെ. 1-ന്റെ 3. 3-ലൊന്ന് വായിച്ചേ. അതിനെ ഞാൻ നേരത്തെ പറഞ്ഞേ. 3-ാം അധ്യായം ഒന്ന് വായിച്ചേ. നോക്കിക്കേ എന്നാ വിളിച്ചേക്കുന്നേ? എന്ന് പറഞ്ഞാൽ എന്നതാ മലയാളത്തിൽ? നോക്കിക്കേ, ഞാനും നിങ്ങളും ഗലാത്യരെ പോലെയാണോ ഇരിക്കുന്നേ? പൗലോസ് സ്ത്രീയ ഇന്നുണ്ടായിരുന്നുവെങ്കിൽ എന്നെയും നിങ്ങളുടെ മുഖത്ത് നോക്കി വിളിച്ചേനെ. അങ്ങനെ കിട്ടിയാലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എത്ര വർഷമായി നമ്മൾ ഇത് കേൾക്കുന്നു, എത്ര വർഷമായി ഇത് മുഴുവൻ വായിച്ചു, ഏതെല്ലാം ചാനൽ വഴി, ഏതെല്ലാം പ്രാസംഗികരുടെ, എത്ര വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ ഇത് കേട്ടു. എന്നിട്ടും വിഡ്ഢികളായ മനുഷ്യരെ എന്ന് വിളിക്കുവാൻ പൗലോസ്ലീഹയ്ക്ക് ഇടവരുന്നതിന്റെ കാരണം എന്നാ? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലേ? ക്രൂശിതനായവൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ക്രൂശിതനായെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നില്ലേ? നിങ്ങളുടെ ഇടയിൽ ആഭിചാരം ചെയ്തത് ആരാണ്? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക ഗലാത്യരോട്, എന്റെ ജീവിതത്തിൽ മാത്രം, എന്റെ ആത്മീയ ജീവിതത്തിൽ മാത്രം എനിക്കൊരു പടി ഉയരാൻ സാധിക്കുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തട്ടിമുട്ടി പറയുവാൻ നമ്മളെല്ലാം മിടുക്കന്മാരാ. എനിക്ക് സമയമായിട്ടില്ല. ചില ഒരു ഒന്ന് ലീഡ് ചെയ്യാൻ പറയാ, എനിക്ക് സമയമായിട്ടില്ല. നീ കുഴിയിലേക്ക് വെക്കുമ്പോഴേ സമയമാകത്തുള്ളൂ. തുറന്നു കുറ്റപ്പെടുത്തുന്നത് എനിക്ക് നിങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ടാ. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ എല്ലാവരും തീഷ്ണതയുള്ളവരായി തീരണമെന്ന്, ക്രിസ്തുവിൽ തീഷ്ണതയുള്ളവരായി തീരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാ. ഒരു വചനം പറഞ്ഞോന്ന് പറയും, എനിക്ക് സമയമായിട്ടില്ല, എന്റെ വിളി ആയിട്ടില്ല. അവസാനം പെട്ടിയിൽ എഴുതും, എന്റെ ഓട്ടം പൂർത്തിയായി. എന്നാ എഴുതുന്നത്? അത് കർത്താവ് പറഞ്ഞ, അത് കർത്താവ് പൂർത്തിയാക്കിട്ടാ പറഞ്ഞു. ഹല്ലേലൂയ. പെട്ടിയിൽ എഴുതും, ശവപ്പെട്ടിയിൽ എഴുതും, എന്റെ ഓട്ടം പൂർത്തിയായി, എന്റെ വിശ്വാസം കാത്തു. എന്നത് ഓട്ടം പൂർത്തിയായി. കുറെ തിന്നും കുടിച്ചും മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കി. ക്രിസ്തുവിന് വേണ്ടി ഒരു കല്ലെങ്കിലും എടുത്തു വെക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ലെങ്കിൽ, പോഷരായ ഗലാത്യരെ എന്ന് അപ്പോസ്തലനായ പൗലോസ് വിളിച്ചുവെങ്കിൽ, എന്നെയും നിങ്ങളെയും നോക്കി ക്രിസ്തു വീതിയുടെ ദിവസത്തിൽ വിളിക്കേണ്ടി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ഈ വീടിന് സമാധാനമെന്ന് പറയുന്നില്ലെങ്കിൽ അതിന് കാരണം എന്നിൽ യേശുവിന്റെ സമാധാനം കുടികൊള്ളുന്നില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിലും നിങ്ങളിലും സമാധാനം ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ ഓരോ വീടിൽ ചെല്ലുമ്പോൾ സമാധാനം പറയുമായിരുന്നു. ഈവൻ എന്റെ വീട്ടിലേക്ക് പോലും കാലുകുത്തുമ്പോൾ എനിക്ക് സമാധാനം കിട്ടുന്നില്ല. പിന്നെ ഞാൻ മറ്റുള്ളവരോട് എങ്ങനെ സമാധാനം പറയും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുറച്ചു മുന്നേ നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ ആര് കണ്ടാലും പറയും സമാധാനം എന്ന് പറയും. ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല. ആര് കണ്ടാലും സമാധാനം എന്ന് പറയുന്നു പറഞ്ഞു ഷെയ്ക്കാൻ കൊടുത്തിട്ട്. അവന്റെ ഉള്ളിൽ ഇന്ന് വരെ ഞാൻ ഇവിടെ പരിചയപ്പെട്ട ഓരോ വ്യക്തികളെ ആ കൂട്ടരെയും പറഞ്ഞില്ല.
സാധിയോടുകൂടി അല്ലാതെ വീക്ഷിച്ച ഒരു മനുഷ്യരെ എനിക്ക് ഇന്ന് ഈ 15 വർഷങ്ങളിൽ കാണാൻ സാധിച്ചിട്ടില്ല. വേറെ എണ്ണാവുന്നവരും മാത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ വളരണമെങ്കിൽ ഞാനും നിങ്ങളും ക്രിസ്തുവിൽ വളരാൻ ആഗ്രഹിക്കണം. ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. ഓരോ ദിവസം അരമണിക്കൂർ വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഒന്ന് പറ, നെഞ്ചി കൈവച്ച് ചോദിക്കേ. അരമണിക്കൂർ ആരെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥന റൂമിൽ, ബെഡ്റൂമിൽ കയറി പ്രാർത്ഥിക്കുന്നവരോട് ഒന്ന് കൈവക്കിക്കേ. നോക്ക്, 5 പേരെങ്കിലും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ സന്തോഷിക്കുന്നു. അരമണിക്കൂറെങ്കിലും വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ 24 മണിക്കൂർ കിട്ടിയിട്ട് എനിക്ക് എന്തേ പ്രയോജനം? ഒരു ദിവസം ഒരധ്യായമെങ്കിലും ദൈവത്തിന്റെ വചനം വായിക്കുവാനും ധ്യാനിക്കുവാനും എനിക്ക് സാധിച്ചില്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ട് എനിക്കെന്ത് പ്രയോജനം? പോഷനായ മനുഷ്യ എന്നല്ലേ കർത്താവ് എന്നെ നോക്കി വിളിക്കൂ. ആ സമയത്ത് ഫേസ്ബുക്ക് നോക്കാൻ 5-6 മണിക്കൂർ നമ്മൾ മെനക്കെടും. എന്നിട്ട് ലൈക്ക് ചെയ്യാൻ നമ്മൾ 6 മണിക്കൂർ എടുക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാരെയും വേദനിപ്പിക്കാൻ പറയുന്നതല്ല. കൂട്ടായ്മയുടെ ഉദ്ദേശം ക്രിസ്തുവിൽ വളർത്തുക എന്നുള്ളതാ. ഹല്ലേലൂയ. കൂട്ടായ്മയുടെ ഉദ്ദേശം ക്രിസ്തുവിൽ മറ്റുള്ളവരെ പടുതുയർത്തുകയുള്ള. അപ്പോസ്തലൻ പൗലോസ് പറയുന്നു, എന്നെ അയച്ചിരിക്കുന്നത് നിങ്ങളെ നശിപ്പിക്കാനല്ല, പടുതുയർത്താനാണ്. വിശ്വാസത്താൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പടുത്തുയർത്തേണ്ടവരാ. അതാ കൂട്ടായ്മയുടെ ഓരോ ഉദ്ദേശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രിസ്തു പറഞ്ഞതുപോലെ സംഭവിക്കണമെങ്കിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടന്നു വരികയാണ്. 2-3 പേർ കൂടുന്നിടത്ത് എന്റെ നാമത്തിൽ കൂടുന്നവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ ക്രിസ്തുവിന് മാറ്റമില്ല. അവൻ ആ കൂട്ടായ്മയിലേക്ക് ഇറങ്ങി വരുവാൻ മടിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും അറിയാവോ? എന്റെയും നിങ്ങളുടെയും പ്രവൃത്തികളുടെ മോശമാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തേ എനിക്കും നിങ്ങൾക്കും വിശ്വാസത്തിൽ വളരുവാൻ സാധിക്കുന്നില്ല? ഇപ്പോഴും നിങ്ങൾ പാലാണോ കുടിക്കുന്നത്? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുക. ഇപ്പോഴും നിങ്ങൾ പാലാണോ കുടിക്കുന്നത്? നിങ്ങൾക്ക് കട്ടിയുള്ളത് കഴിച്ചാൽ ദഹിക്കാറായില്ലേ എന്ന് ചോദിക്കുന്നേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തലന്റെ വേദന പറയുന്നു, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുവാൻ വേണ്ടി ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഹല്ലേലൂയ. ക്രിസ്തു എന്നിലും നിങ്ങളിലും രൂപപ്പെടുവാൻ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ ഈറ്റുനോവ് അനുഭവിക്കുന്നു. ഈറ്റുനോവ് എന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ നേരം അമ്മ അനുഭവിക്കുന്ന വേദനയുണ്ടല്ലോ, ആ വേദനയേക്കാൾ അതികഠിനമായ അപ്പോസ്തലൻ ആഗ്രഹിക്കുന്നു ക്രിസ്തു എന്നിലും നിങ്ങളെ രൂപപ്പെടുവാൻ വേണ്ടി. സഹോദരങ്ങളെ, നമ്മളിങ്ങനെ തണുത്തിരിക്കേണ്ടവരല്ല, നമ്മൾ അയക്കപ്പെടേണ്ടവരാ, നമ്മൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടവരാ. ഹല്ലേലൂയ. അടുത്ത വായിച്ചവനെ. സമാധാനത്തിന്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. നോക്ക്, സമാധാനത്തിന്റെ പുത്രൻ നിങ്ങളിലുണ്ടെങ്കിൽ, അവരിലുണ്ടെങ്കിൽ ആ പുത്രൻ അവിടെ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുകയും. വേലക്കാരൻ തന്നെ കൂലിക്ക് അർഹനാണല്ലോ. നിങ്ങൾ വീട് തോറും ചുറ്റി നടക്കരുത്. ഏതെങ്കിലും നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ. അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ.
ദൈവരാജ് നിങ്ങളെ സമീപിച്ചിരിക്കുന്ന അവരോട് പറയുകയും ചെയ്യുക. മതി. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തു അയച്ചിട്ട് പറയുകയാണ്, യേശു 72 പേരെ രണ്ടുപേരെ അയച്ചിട്ട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെ ചെന്നിട്ട് പറയണം, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ആദ്യം നിങ്ങൾ പ്രഘോഷിക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരം എനിക്കും നിങ്ങൾക്കും തന്നിട്ടുള്ളതാണോ? ആണോ? എന്തേ എനിക്കും നിങ്ങൾക്കും ഇത് സാധിക്കാതെ വരുന്നു? ഇപ്പോഴും പറയുന്നു, മാറിയില്ലെങ്കിലോ? ഹല്ലേലൂയ. നിങ്ങൾ വാശി പിടിക്കരുത്. ഡോക്ടർ പറഞ്ഞെങ്കിലും ഓപ്പറേഷൻ ചെയ്തോണം. എന്തേ 2 വള്ളത്തിൽ നമ്മൾ പോകുന്നത്? ക്രിസ്തു പറഞ്ഞത് എനിക്കും നിങ്ങൾക്കും ഈ അധികാരം തന്നിട്ടുണ്ടെങ്കിൽ എന്തേ എനിക്കും നിങ്ങൾക്കും ഇത് സാധിക്കുന്നില്ല? ഇപ്പോഴും ക്രിസ്തു എന്നിൽ രൂപപ്പെട്ടിട്ടില്ല. അതാ കാരണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഹോദരങ്ങളെ, എനിക്ക് വിശ്വാസ ജീവിതത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു പോകണമെന്ന് തോന്നിയ നിമിഷങ്ങൾ പലതുണ്ട് എന്റെ ജീവിതത്തിൽ. ഒന്നിനു പുറകെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും കൂടിക്കൂടി വരുമ്പോൾ പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവേ എനിക്ക് പറ്റത്തില്ല. പക്ഷേ ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും തകർച്ചകളും പരാജയങ്ങളും കടബാധ്യതകളും ഒന്നും എന്റെ മുന്നിൽ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മുന്നിൽ എനിക്ക് വാതകമാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന സമയം വരെ ഞാൻ ഇപ്പോഴും സീറോയാണ് ഭൗതികമായിട്ട്. എന്റെ പേരിൽ 1 സെന്റ് സ്ഥലം പോലും ഇന്ന് വരെ ഇല്ലാത്തവനാണ്. ഞാൻ ലിസിയോട്, എന്റെ ഭാര്യയോട് പറഞ്ഞു, നമുക്കുണ്ടല്ലോ കർത്താവ് തന്നിട്ടുണ്ട്. എവിടെ? അതും എല്ലാവരുടെ പേരിലല്ലേ എഴുതിയിട്ടേക്കുന്നത്. അവര് തന്നില്ലെങ്കിലോ? ശരിയല്ലേ? ഇന്നത്തെ കാലമല്ലേ? സഹോദരങ്ങളെ, എന്നാലും എനിക്ക് പരിഭവമില്ല. എന്റെ ഈ സാമ്പത്തിക ക്രൈസിസിലോ എന്റെ ഇപ്പോഴത്തെ ഒന്നുമില്ലാത്ത അവസ്ഥയിലോ എനിക്ക് പരിഭവമില്ല. കാരണം ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ, ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സന്തോഷവാനും ഏറ്റവും വലിയ സമ്പന്നനും ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ സ്നേഹത്തെ കുറിച്ച് ഞാൻ ധ്യാനിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒന്നുമില്ലാത്തത് തന്നെയാണ് ഭാഗ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തെ ഇത്രമാത്രം രുചിക്കാൻ സാധിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നുമില്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് ഈശോ പറഞ്ഞേ, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ഒട്ടകം സൂചിക്കുഴലിലൂടെ കടന്നു പോകുന്നത് പോലെ. ഈ ലോകത്തിന്റെ ധനം മുഴുവൻ എനിക്കുണ്ടായിരുന്നുവെങ്കിൽ, ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങളിലാ ഞാൻ ജീവിച്ചിരുന്നുവെങ്കിൽ, എന്റെ യേശുവിന്റെ ഈ സ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും എനിക്ക് ഇവിടെ നിന്ന് പ്രഘോഷിക്കുവാൻ സാധിക്കാൻ പറ്റുമായിരുന്നില്ല. അതില്ലാതെ പോയത് തന്നെയാണ് നന്നായി. അത് നഷ്ടപ്പെട്ടത് തന്നെ നല്ലത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഈ മരിച്ചവരെ പോലെ ഇരിക്കാതെ നമുക്ക് ജീവനുള്ളവരായി തീരാം. യേശു എന്നെയും നിങ്ങളെയും അയക്കണം, തിരഞ്ഞെടുക്കണം. അയച്ചാൽ സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ യേശുവിന്റെ നാമത്തിൽ രോഗിയോട് സൗഖ്യപ്പെടുവാൻ പറയുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എനിക്കും നിങ്ങൾക്കും ഉണ്ടാക്കിയെടുക്കണം. അല്ലാതെ ഇത് എപ്പോഴെങ്കിലും വരുമെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്നതല്ല വിശ്വാസം ഞാൻ ആർജിക്കേണ്ടതാണ്.
എന്റെ കൈ പിടിച്ച് നടക്കുവാൻ അലീനയ്ക്ക് എന്നിൽ വിശ്വാസം അവക്ക് ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതവൾ ആർജിക്കെടുക്കണം. എന്റെ അപ്പന്റെ കൈക്ക് പിടിച്ച് നടന്നാൽ ഞാൻ വീഴത്തില്ല എന്നുള്ള ഒരു വിശ്വാസം അവക്കുണ്ടെങ്കിൽ മാത്രമേ അവൾ എന്റെ കൈക്ക് പിടിക്കത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ചടിയന്മാരായിട്ട് മടിയന്മാരായിട്ട് ഇരിക്കാനുള്ള അല്ല ക്രിസ്തീയ ജീവിതം. നമ്മൾ വിശ്വാസം ആർജിക്കണം. അതിനായി പ്രയത്നിക്കണം. നമ്മൾ അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മൾ ഒരുങ്ങണം. മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുന്നവരായി മാറണം. കൂട്ടായ്മ നിർജീവമായിരിക്കേണ്ട ഒരു കൂട്ടായ്മയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരൻ പറഞ്ഞു, എവിടെ പോയി കൂട്ടായ്മ പോയാൽ ഇവിടെ ശബ്ദം പാടില്ല, പാട്ടിന് ലിമിറ്റ് ഉണ്ട്, അതുണ്ട്, ഇവിടെയുണ്ട്. നമ്മുടെ കൂട്ടായ്മയിൽ ഒരു ലിമിറ്റേഷനും ഇല്ല. ഉണ്ടോ? പാടേണ്ടവർക്ക് പാടാം. അവിടെ രാഗം നോക്കാറില്ല, താളം നോക്കാറില്ല, സംഗതി നോക്കാറില്ല, ഒന്നും നോക്കുന്നില്ല. നമുക്ക് എങ്ങനെയും പാടാം. ആർക്കു വേണേലും പ്രസംഗിക്കാം. അല്ലേ? ഇല്ലേ? നമ്മള് പ്രസംഗിക്കാതിരിക്കുന്നതിനുള്ള പരിഭവമേ നമുക്ക്. ഹല്ലേലൂയ. ക്രിസ്തുവിനെ കൊടുക്കാതിരിക്കുന്നതിനുള്ള പരിഭവം മാത്രമേ നമുക്കുള്ളൂ. അതിനായി നമ്മൾ പ്രയത്നിക്കുക. കൂട്ടായ്മയ്ക്ക് 1 മണിക്കൂർ മുന്നേ വരിക നമ്മൾ വചനം പഠിക്കാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, ക്രിസ്തു എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുക്കട്ടെ. ക്രിസ്തു എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുക്കട്ടെ. എന്നെയും നിങ്ങളെയും അയക്കട്ടെ ക്രിസ്തു. അവന്റെ നാമത്തിൽ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു പ്രസംഗിക്കുവാൻ. അവന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യപ്പെടുത്തുവാൻ. വിശ്വാസ ജീവിതത്തിൽ ഒരു സ്റ്റെപ്പും കൂടി നമുക്ക് വളരാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് പറയാനുള്ള വചനമല്ലായിരുന്നു. ഹല്ലേലൂയ. വചനം ക്രിസ്തുവിന്റെ കൂട്ടവാസികളാകാൻ റോമക്കാർക്ക് ലേഖനം 8-ാം അധ്യായമാണ് ഇന്ന് നമ്മുടെ വചനം പറയാൻ ഉദ്ദേശിക്കുന്നതും ഇരിക്കുന്നതും. പക്ഷേ ആത്മാവ് അങ്ങനെ കൊണ്ടുപോയതാണ്. ഹല്ലേലൂയ. കാരണം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നവരല്ല, നമ്മൾ സമയം പാലിക്കേണ്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഷൈനി ഇന്നലെ എന്നോട് പറയുകയായിരുന്നു, അച്ഛാ നമ്മൾ അടുത്ത വർഷം ഇവിടെ ഉണ്ടെങ്കിൽ ഒക്ടോബർ മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ നമുക്ക് കൊന്ത ചെല്ലണം. നോക്കി, ഒരാഴ്ച കൂടിയപ്പോൾ ഒരാഴ്ചയെ നമ്മളെ കൊന്തയിലുള്ളൂ. ആ ഒരാഴ്ച കൊണ്ട് ആ ഷൈനിയുടെ ഉള്ളിൽ ആ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചതിന്റെ അനുഭവമാണ് പറഞ്ഞത്. അടുത്ത വർഷം നമ്മൾ ഇവിടെ ഉണ്ടെങ്കിൽ 1-ാം തീയതി തൊട്ട് 31 ദിവസം നമുക്ക് കൊന്തയാണ്. കാരണം എന്താ? അത് അനുഭവമുണ്ടായി. ഞാനപ്പോൾ സന്തോഷിച്ചു, കർത്താവേ, ഈ ഒരാഴ്ച വെറുതെ ആയില്ലോ, ഒരാൾക്കെങ്കിലും ഫീൽ ചെയ്തല്ലോ. ഒരാൾക്കെങ്കിലും ഇതുകൊണ്ട് ഫീൽ ചെയ്തല്ലോ. ഇന്നലെ മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. എനിക്ക് എന്റെ കണ്ണു നിറയുകയും എന്റെ തൊണ്ടയിടറുകയും ഒക്കെ ചെയ്തു. കേട്ടിരുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് കണ്ണു നിറഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കണ്ണു നിറഞ്ഞവരുണ്ടെന്ന് കൈകൊട്ടിക്കേ. അല്ല, ചേച്ചിയില്ലായിരുന്നു. പറ, മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു. ചേച്ചിയുടെ കണ്ണിപ്പം നിറഞ്ഞു. പ്രൈസ് ലോർഡ്. മാതാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞു. നോക്കിയേ, ഞാൻ എത്ര എന്റെ ഉള്ളിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പറഞ്ഞ കേട്ടിരുന്ന നിങ്ങൾക്ക് ആർക്കും അത് അനുഭവപ്പെട്ടില്ല, ഫീൽ ചെയ്തില്ല. ഇതാ നമ്മുടെ ആത്മീയ ജീവിതം. ഹല്ലേലൂയ. ഇതാ നമ്മുടെ ആത്മീയ ജീവിതം. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഇതുപോലെ മാതാവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുമില്ല. 5 മിനിറ്റ് പോലും എടുത്തിട്ടില്ല. ഉണ്ടോ? 5-10 മിനിറ്റ് പോലും എടുത്തില്ല. അല്ലെ? ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ മാതാവിനെ കുറിച്ച് ഇങ്ങനെ എനിക്ക് പരിശുദ്ധാത്മാവ് തന്നിട്ടുമില്ല. പക്ഷേ കേട്ടിരുന്ന നിങ്ങൾക്കാർക്കും അത് ഫീൽ ചെയ്തില്ല. എവിടെ ദൈവിക സാന്നിധ്യം? 2-3 പേർ കൂടുന്നിടത്ത്, എന്റെ നാമത്തിൽ കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് എന്തേ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്തില്ല? അതോ മാതാവിന്റെ സാന്നിധ്യം എനിക്ക് മാത്രം ഫീൽ ചെയ്യാൻ ഞാൻ എന്നാ വലിയ മനുഷ്യനാണോ?
പാപികളിൽ ഒന്നാമനാ ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ എന്റെ മാക്സിമം കൊടുക്കാവുന്ന അത്രയും ആ ഒരു 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 സലണ്ടറിങ്ങും ഒരു മുഴുവൻ സമർപ്പണവും ചെയ്ത് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അമ്മ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ വലിയ വിശ്വാസത്തെ തന്നെ ഞാൻ ധ്യാനിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കൊന്ത ഞാൻ വളരെ ശ്രദ്ധിക്കും, ഞാൻ എല്ലാ കൂട്ടായ്മകളും ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു കൊന്ത, ഒരു ജപമാല 5 രഹസ്യവും മുട്ടുമേൽ നിന്ന് ചെല്ലാൻ നമുക്ക് സാധിക്കുന്നില്ല പലർക്കും. അത്രയും പോലും ചെറിയൊരു സഹനം പോലും എനിക്ക് ചേർത്ത് വെക്കുവാൻ സാധിക്കുന്നില്ല. ഇതാ എന്റെ ആത്മീയത. എവിടെ ചാരിയിരിക്കുവാൻ എനിക്ക് സ്ഥലം കിട്ടുമെന്ന് നോക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഇതാ എന്റെ ആത്മീയത. നടുവേദനയാണ്, കാലുവേദനയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ വേദനയൊക്കെ എനിക്കുമുണ്ട് സഹോദരങ്ങളെ, എന്റെ കാലിനും വേദനയൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ക്രിസ്തുവിന്റെ സഹനത്തോട് ചേർത്ത് വെക്കുമ്പോൾ എന്റെ വേദന നിസ്സാരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുമ്പോൾ ഒരു മനസ്സുള്ളവരായി, തീഷ്ണതയുള്ളവരായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കും. യേശു ഇവിടെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. യേശുവിന്റെ നാമത്തിൽ കൂടുന്നിടത്തെല്ലാം അവൻ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. അതെനിക്കും നിങ്ങൾക്കും ഫീൽ ചെയ്യുവാൻ, അവന്റെ പ്രസൻസ് എനിക്കും നിങ്ങൾക്കും അനുഭവം ആകുന്നില്ലെങ്കിൽ അതിന് കാരണം എന്റെയും നിങ്ങളും, ഞാനും നിങ്ങളും യേശുവിൽ നിന്നും എത്രമാത്രം അകലെയാണെന്ന് ചിന്തിക്കുക. അതുകൊണ്ടാണ് ശിഷ്യൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുവിൻ, ദൈവവും നിങ്ങളോട് ചേർന്നിരിക്കും. ഓരോ കൂട്ടായ്മകളിലും ഓരോ പ്രാർത്ഥനാ വേളയിലും യേശുവിന്റെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിൽ ഞാൻ യേശുവിൽ നിന്നും അകലെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യമായും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ധ്യാനിച്ചു നോക്കിക്കേ. പല ജപമാലയിലും പല പ്രാർത്ഥനയിലും ശരീരം മാത്രമേ ഇവിടെ, ചിന്തകളും ആലോചനകളും എവിടെയാ? മനസ്സകങ്ങളിൽ. അതുകൊണ്ട് ക്രിസ്തുവിന്റെ സാന്നിധ്യം എനിക്കും നിങ്ങൾക്കും നഷ്ടപ്പെട്ടു പോകും. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ശ്വാസം മുട്ടിപ്പോയി. അത്രമാത്രം സുഗന്ധ അഭിഷേകം ഉണ്ടായിട്ട് എനിക്ക് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. പക്ഷെ നിങ്ങൾക്കാർക്കും ഒരു അംശം പോലും വെക്കാൻ പറ്റിയില്ല. എന്ത്? എനിക്ക് മാത്രം, അവിടെ മാത്രം ഒരു സുഗന്ധം വന്നു. ഒരു മുറിക്കകത്ത് ചുറ്റും വരുന്ന പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാത്രം എന്തേ അത് അനുഭവപ്പെട്ടുള്ളൂ, നിങ്ങൾക്ക് എന്ത് അനുഭവപ്പെട്ടില്ല? ഞാൻ വലിയവനായിട്ടാണോ? ആണോ? അല്ല. എന്റെ അമ്മയിലുള്ള ആ വിശ്വാസമായിരുന്നു, എന്റെ യേശുവുമായിട്ടുള്ള അത്ര അഭേദ്യമായ ഒരു ബന്ധത്തിന്റെ നിമിഷമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ പറയും, നിങ്ങൾ കണ്ണടച്ച് പ്രാർത്ഥിക്കാൻ പറയും. കൊന്തയിലും കുഞ്ഞുങ്ങൾ പറയും, കുഞ്ഞുങ്ങളെ കൈകൂപ്പി കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കും. ഇന്ന് വരെ നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കിയല്ല, ഒരു ജപമാല പോലും ഞാൻ കണ്ണു തുറന്ന് ചെല്ലിട്ടില്ല. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതേ നിങ്ങളോട് പറയാറുള്ളത്. സാധിക്കുമെങ്കിൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണതയുള്ളവരായിരിക്കണം. തീഷ്ണതയുള്ളവരായി. ക്രിസ്തു ഞാനുമായി അകലമല്ല, അടുപ്പമാ വേണ്ടത്. ഞാൻ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴേ ദൈവം എന്നോട് ചേർന്നിരിക്കുകയുള്ളൂ. എന്റെ ശരീരം മാത്രം ഇവിടെ ആയാൽ എന്റെ യേശുവിന് എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം ദൈവത്തോട്. എന്റെ ആത്മാവ് കൊണ്ട് ഞാൻ പാടണം ദൈവത്തെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലൻ പറയുന്നത്, പ്രാർത്ഥിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് പ്രാർത്ഥിക്കുന്നു.
ഹല്ലേലൂയ. പ്രാർത്ഥിക്കുവാനൊന്നും നമുക്ക് അറിഞ്ഞുകൂടെ പോലും ഞാനും ദൈവവുമായി ചേർന്നിരുന്നാൽ മതി, ആത്മാവ് പ്രാർത്ഥിക്കുവാൻ തയ്യാറാവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു ആത്മീയ തീക്ഷ്ണത ഉണ്ടാകട്ടെ ഈ നിമിഷം മുതൽ. പാല് മാത്രം കുടിക്കുന്നവരായി മാറാതെ കട്ടിയുള്ളത് ഭക്ഷിക്കുന്നവരായി മാറാം. ക്രിസ്തുവിൽ നമ്മൾ തെരഞ്ഞെടുക്കപ്പെടട്ടെ, ക്രിസ്തു അയക്കപ്പെടുന്നവരായി മാറട്ടെ. നമുക്ക് ഓരോരുത്തരും നമുക്ക് അനുതാപ ശുശ്രൂഷയിൽ കടന്നു വരാം. ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇന്ന് അനുഭവപ്പെടണം. പ്രാർത്ഥന കഴിയുമ്പോൾ ജോസിയുടെ കയ്യിലെ മുഴ പോവുകയോ പോകാതിരിക്കുകയോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പക്ഷേ കർത്താവോട് പറയണം, കർത്താവേ ഇന്ന് എനിക്കൊരു അത്ഭുതം കാണണം. നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഈ ഒരു ആഗ്രഹം ഉണ്ടാകണം. യേശുവേ, നിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നതിന്റെ തെളിവ് എനിക്ക് അറിയണം. ഈശോയെ, ഇന്ന് എനിക്കൊരു അത്ഭുതം കാണണമെന്ന് ഈശോയോട് പറയണം. ജോസിയുടെ മുഴ പോകുന്ന അത്ഭുതമല്ല ഞാൻ പറഞ്ഞു, വ്യക്തിപരമായി എനിക്കൊരു അത്ഭുതം കാണണം. എന്റെ ഈശോയെ, എന്റെ മനസ്സിന്റെ രൂപാന്തരണമായിരിക്കട്ടെ അത്. ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സ്വാതന്ത്ര്യമാകട്ടെ അത്. ഇന്ന് വരെ ഞാൻ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സമാധാനമാകട്ടെ അത്. ഈശോയോട് പറയണം, ഈശോയെ എനിക്ക് ഇന്ന് പ്രാർത്ഥിച്ചു തീരുന്നതിന് മുന്നേ, ഞാൻ ഇന്ന് ഈ ഭവനം വിട്ടു പോകുന്നതിന് മുന്നേ എനിക്കൊരു അത്ഭുതം കാണണം. ഈശോയെ പറയണം. ഈശോയെ, നമുക്ക് തുടങ്ങാം സഹോദരങ്ങളെ. വിശുദ്ധിയുള്ളവരായി തീരാം. വിശുദ്ധിയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ, അനുധപിച്ച ഹൃദയത്തോട്, പശ്ചാത്തപിച്ച ഹൃദയത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം താനെ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരുങ്ങാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.